അവസാന കൗൺസിലിംഗ് അല്ലേ അല്ലി? ഇന്നെങ്കിലും നീ നിന്റെ തീരുമാനം മാറ്റാൻ നോക്ക്. അളിയൻ നിന്നെ വേണ്ടാന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു തെറ്റൊക്കെ പറ്റാത്ത മനുഷ്യരുണ്ടോ? അളിയൻ ആ പെണ്ണ് ഇങ്ങോട്ട് വന്ന് ചാഞ്ഞപ്പോൾ ചെറിയ താല്പര്യം തോന്നിപ്പോയി. അതിന് ഇവിടെ വന്ന് നിന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞില്ലേ? അതും കൂടെ ഓർത്തു വേണം ഇന്ന് നീ ഒരു തീരുമാനമെടുക്കാൻ. കുടുംബ കോടതിയിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നവളോട് ദീപു പറയുന്നത് കേൾക്കെ അല്പം വീർത്തു നിൽക്കുന്ന വയറിലൊന്ന് തലോടി അല്ലി. നിന്നെ എന്തിനു കൊള്ളാമടി? എൻ്റെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഒപ്പം നിൽക്കാൻ നിനക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? എന്തിന്? കിടപ്പറയിൽ പോലും നീയൊരു പൂർണ്ണ പരാജയമാണ്. പക്ഷേ എൻ്റെ ഡാലിയ, അവളിൽ നിന്ന് എനിക്ക് എല്ലാം കിട്ടി. നീ അറപ്പോടെ പിന്മാറിയ കാര്യങ്ങൾ അവൾ താല്പര്യത്തോടെ കൊതിയോടെ ചെയ്യുന്നു. എനിക്കിനി എൻ്റെ കൂടെ അവൾ മതി. നീയൊന്ന് പോയി തന്നാൽ മതി. വിനു അല്ലിയെ നോക്കി ദേഷ്യത്തോടെ പരിഹാസത്തോടെ പറഞ്ഞു. വിനുവേട്ട, എനിക്കൊരു സംശയമുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്ന്. പ്രഗ്നൻ്റോ? നീയോ? അതെങ്ങനെ? ഈ 2 വർഷം ഞാൻ എല്ലാ തരത്തിലും പ്രിക്കോഷൻ എടുത്തിരുന്നു. പിന്നെ എങ്ങനെ ഉണ്ടായി? എൻ്റെ തന്നെയാണോ? അല്ല, ഇനിയിപ്പോൾ എൻ്റേതായാലും എനിക്ക് വേണ്ട അതിന്. എൻ്റെ കുഞ്ഞ് ഡാലിയുടെ വയറ്റിൽ പിറന്നാൽ മതി. ഇതിനെ നീ വളർത്തുകയോ കൊല്ലുകയോ ചെയ്താലും എനിക്ക് വേണ്ട. ആ പേരും പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങാൻ നിൽക്കണ്ട. ഞാനൊന്ന് പറഞ്ഞോട്ടെ? നിറഞ്ഞ കണ്ണുകളോടെ അന്ന് അയാളോട് കേണത് ഇന്നെന്ന പോലെ ഓർമ്മയിലുണ്ട്. നീ ഒന്നും പറയണ്ട. എനിക്കിനി അവളെ ഒഴിവാക്കാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ ബാങ്കിൻ്റെ അടുത്ത് ഒരു ഫ്ലാറ്റിൽ ഒരുമിച്ചാണ് താമസം. ഇപ്പോൾ തന്നെ നീ ഒഴിവായി തരണമെന്നല്ല, പക്ഷേ അത് പറയാനാണ് ഞാൻ വന്നത്. എൻ്റെ കൂടെ ഡാലിയുമുണ്ട്. അവളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ട്. ഇന്ന് വൈകിട്ട് തന്നെ ഞങ്ങൾ പോകും. അതിനു മുമ്പ് നീ ഡിവോഴ്സ് പെറ്റീഷന് സൈൻ ചെയ്ത് തരണം. പിന്നെ ഇതൊന്നും ഇപ്പോൾ ആരോട് പറയണ്ട. അന്ന് അയാൾ പറഞ്ഞ ഓരോ വാക്കും ഇപ്പോഴും കാതിൽ മുഴങ്ങുന്ന പോലെ. ഇരു കൈകൊണ്ടും ചെവിയിൽ പൊത്തിപ്പിടിച്ച് കണ്ണുകൾ മുറുകെ അടിച്ചിരുന്ന അല്ലി. ഹൃദയം നീറിപ്പിടയുന്നുണ്ട്. ആർത്തു കരയാൻ തോന്നുന്നുണ്ട്. പക്ഷേ അല്ലി ആരുടെ മുന്നിലും കരയില്ല. അല്ലിയെ മനസ്സിലാക്കാത്ത ആരുടെ മുന്നിലും അല്ലിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പൊഴിയില്ല. മറ്റൊരാളുടെ സൗന്ദര്യത്തിലും സമ്പത്തിലും മയങ്ങിയെന്ന് അല്ലിമയെ വേണ്ടെന്ന് വിനോദ് പ്രഭാകർ തീരുമാനിച്ചോ? എന്നിരുവരെയും ഒരുമിച്ച് സ്വന്തം കിടപ്പുമുറിയിൽ ഒരു ഭാര്യയും സഹിക്കാത്ത കാഴ്ച കണ്ടുവെന്ന് അല്ലിയുടെ കണ്ണുനീര് പറ്റി. പക്ഷെ ആത്മഹത്യ ചെയ്യില്ല അല്ലിമ. എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം. അതിനെ പൊന്നുപോലെ വളർത്തണം. എനിക്കെൻ്റെ കുഞ്ഞു മതി. കുഞ്ഞു മാത്രം മതി. ചുവരോട് ചാരിയിരുന്ന് വയറിലെ കുഞ്ഞനക്കത്തിനായി കാത്തിരുന്നു ആ പെണ്ണ്. അന്ന് ഉച്ചയ്ക്ക് തൊട്ടടുത്ത വീട്ടിലെ കുഞ്ഞിൻ്റെ പിറന്നാളിന് പോകാൻ അവിടുത്തെ അമ്മ എന്നെ കൂടെ നിർബന്ധിച്ച് കൊണ്ടുപോയി. പാതിച്ചത്ത മനസ്സുമായി പോയി വന്ന് താൻ കണ്ട കാഴ്ച, ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ ആ ബെഡ്റൂമിൽ അവൾക്കൊപ്പം അയാൾ. അല്ലിയൊരു ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. ഇല്ല, അതൊക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മാസങ്ങളായി. ആ കാഴ്ച അതൊരു ദുസ്വപ്നം പോലെ മറന്നു പോയെങ്കിൽ. അലിയൊരു ദീർഘനിശ്വാസത്തോടെ കണ്ണുകൾ അടച്ചിരുന്നു. ഇനി വിനുവിൻ്റെ കൂടെ ഒരു ജീവിതം വേണ്ടെന്ന് നീ ഉറപ്പിച്ചോ അല്ലി? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചൂടെ മോളെ? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് അച്ഛൻ്റെ സ്നേഹവും കരുതലും വേണ്ടേ മോളെ? നീ ഗർഭിണിയാണ് എന്ന് അവനോട് ഇന്നെങ്കിലും ഒന്ന് പറയ്. നിന്നെ ഇരുകൈ നീട്ടി അവൻ സ്വീകരിക്കും. അമ്മയ്ക്ക് ഉറപ്പുണ്ട്. കുടുംബ കോടതിയിലേക്ക് പോകും വഴി ഓട്ടോയിലിരുന്ന് ബിന്ദു വീണ്ടും വീണ്ടും അല്ലിയോട് പറഞ്ഞു. എന്നാൽ ഒന്നും മറുപടി പറയാതെ ചുണ്ടിൽ വരുന്ന പുച്ഛച്ചിരി മറിച്ച് അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. എന്തു പറഞ്ഞു മോളെ? നീ അവനോട് പറഞ്ഞു കുഞ്ഞിൻ്റെ കാര്യം? അലി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കഴുത്തിലൂടെ ഇട്ടിരുന്ന ഷാൾ മറിഞ്ഞെടുക്കുന്ന അല്പം മാത്രം വീർത്ത ആ വയറിലേക്ക് നോക്കി ബിന്ദു ചോദിച്ചു. അമ്മ ഇനി അയാൾക്കൊപ്പം ജീവിക്കാൻ എന്നോട് പറയരുത്. മനസ്സുകൊണ്ട് ആ ബന്ധം അവിടെ ഉപേക്ഷിച്ചാണ് അന്ന് അരമന വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയത്. എൻ്റെ കുഞ്ഞിന് ഇങ്ങനൊരു അച്ഛന് വേണ്ട. അതിന് അമ്മ മതി. അമ്മ മാത്രം. ഇനി ഒരു 2 ആഴ്ച, അതിനുള്ളിൽ എല്ലാം കഴിയും. അല്ലിൽ നിന്ന് അയാൾക്ക് വേണ്ടാത്ത എൻ്റെ കുഞ്ഞിൽ നിന്നുമൊക്കെ അയാൾക്ക് മോചനം കിട്ടും. അല്ലി കടുത്ത ശബ്ദത്തിൽ പറഞ്ഞു. പിന്നെ ഈ കുഞ്ഞിനെയും കൊണ്ട് നീ എന്ത് ചെയ്യും? ഒരു ജോലി കിട്ടാനുള്ള വിദ്യാഭ്യാസം പോലും ഇല്ലാതെ നീ എന്ത് ചെയ്യാൻ പോവണം അല്ലി? ബിന്ദു അവളുടെ കയ്യിൽ പിടിച്ചൊന്ന് ഒലിച്ചു. എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാതെ പോയത് എൻ്റെ കുറ്റമാണോ അമ്മേ? എനിക്ക് കുഞ്ഞിനെ തന്നിട്ട് മറ്റൊരാളെ കണ്ടപ്പോൾ എന്നെ മറന്നു പോയതും എൻ്റെ തെറ്റാണോ? ആ കോടതി വരാന്തയിൽ നിന്ന് അവരെ തർപ്പിച്ചു നോക്കി വേദനയോടെ അവൾ തിരക്കി. ശരിയാണ്. +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർന്ന സമയത്താണ് വിനോദ് അവളെ കണ്ട് ഇഷ്ടപ്പെട്ടു വന്ന് കല്യാണം ആലോചിച്ചത്. നന്നായി പഠിക്കുമായിരുന്നിട്ടും അതൊന്നും ഓർത്തില്ല. അച്ഛനില്ലാത്ത കുട്ടിയല്ലേ. ആരെയെങ്കിലും കൈപിടിച്ചു കൊടുത്താൽ അത്രയും സമാധാനം. ദീപ് നിത്യവുമായി പ്രണയത്തിലായിരുന്നു. അന്ന് ഏത് നിമിഷവും അവളെയും വിളിച്ച് അവൻ കയറി വരും. അതിനു മുമ്പ് ഈ വിവാഹം നടത്താൻ ഞാനാണ് ആഗ്രഹിച്ചത്.
പക്ഷെ സന്തോഷമായി തന്നെ കഴിഞ്ഞ 2 വർഷം ഇവർ ജീവിച്ചത്. ഇപ്പോൾ അവൻ്റെ ബാങ്കിൽ പുതുതായി വന്ന പെണ്ണ് ഡാലിയ, അവളാണ് സന്തോഷം തകർത്തു കളഞ്ഞത്. അമ്മവ, ഒരുപാടൊന്നും ആലോചിക്കേണ്ട. ഞാൻ ഏട്ടനെയോ അമ്മയെയോ കഷ്ടപ്പെടുത്താതെ കഴിയാൻ നോക്കാം. അതേ എനിക്കിപ്പോൾ പറയാൻ കഴിയൂ. നിറയാൻ വെമ്പുന്ന മിഴികളെ ശാസിച്ചു നിർത്തിക്കൊണ്ട് ബിന്ദുവിൻ്റെ കൈയും പിടിച്ച് അല്ലി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ചിറക്കൽ വീട്ടിൽ ഉദയനും ബിന്ദുവിനും 2 മക്കൾ, ദീപക് എന്ന ദീപവും അല്ലിമ എന്ന അല്ലിയും. ഉദയൻ അത്യാവശ്യം പേരുകേട്ടൊരു കുടുംബത്തിലെയായിരുന്നു. എന്നാൽ താഴ്ന്ന ജാതിക്കാരിയും സാമ്പത്തികമില്ലാത്ത കുടുംബത്തിലെയുമായ ബിന്ദുവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചതോടെ അയാൾ കുടുംബത്തിൽ നിന്ന് പുറത്തായി. പിന്നീട് അല്ലി കുഞ്ഞായിരിക്കുമ്പോൾ അയാൾ മരിച്ചുവെങ്കിലും ഒരിക്കൽ പോലും അയാളുടെ വീട്ടുകാരുടെ സഹായം തേടി ബിന്ദു പോയില്ല. മറ്റ് വീടുകളിൽ പണിക്ക് പോയും തയ്യൽ ജോലി ചെയ്തുമൊക്കെ അവർ മക്കളെ വളർത്തി. ദീപക് ഇപ്പോൾ തൈവേലിക്കാരുടെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അടുത്ത വീട്ടിലെ കുട്ടിയായ നിത്യയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. അവർക്ക് 3 മാസം പ്രായമുള്ളൊരു ആൺകുഞ്ഞുമുണ്ട്. അമ്മ, ഇതെന്താ ഈ നേരത്ത്? ഇന്ന് അങ്കവാടി പോയില്ലേ? കഴുകിയിട്ടിരുന്ന കുഞ്ഞിൻ്റെ ഉണങ്ങിയ തുണികൾ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഗേറ്റ് തുറന്ന് കയറി വരുന്ന നളിനിയെ കണ്ട് നിത്യ ചോദിച്ചു. അങ്കവാടിയിലായി ജോലി ചെയ്യുകയാണ് നിത്യയുടെ അമ്മ നളിനി. ഞാൻ എങ്ങനെ ജോലിക്ക് പോകും? പോയാൽ തന്നെ എനിക്ക് മനസ്സമാധാനത്തോടെ ജോലി ചെയ്യാൻ പറ്റുമോ? അവൾക്ക് പിന്നാലെ വീടിനുള്ളിൽ കയറി ഹാളിൽ കിടന്ന കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് അവർ പറഞ്ഞു. അമ്മയ്ക്കിപ്പോൾ എന്താ മനസ്സമാധാനക്കേട്? അതാദ്യം പറയും. ഒരു ഗ്ലാസ് തണുത്ത നാരങ്ങ വെള്ളം കൊണ്ടുവന്ന് അവർക്ക് കൊടുത്ത് അവരുടെ അരികിലിരുന്ന് അവൾ തിരക്കി. കുഞ്ഞു ഉറങ്ങുവാണോ നിത്യേ? നളിനി ചോദിച്ചതിന് അവളൊന്ന് മൂളി. എടി, ആ പെണ്ണ് കോടതി പോയിട്ട് എന്തായി? രണ്ടും രണ്ടായോ? നളിനി ആകാംക്ഷയോടെ തിരക്കി. അമ്മ ഇത് ചോദിക്കാനാണോ ഓടിപ്പാഞ്ഞു വന്നത്? ദേ, ഇവിടുത്തെ അമ്മ വരും മുമ്പ് പോകാൻ നോക്കിക്കേ, വെറുതെ പ്രശ്നമുണ്ടാക്കാതെ. നിത്യ അവരുടെ ചോദ്യം ഇഷ്ടപ്പെടാതെ പറഞ്ഞു. എന്ത് പ്രശ്നമാകാൻ? അല്ലെങ്കിൽ തന്നെ അവളല്ലേ ആ പെണ്ണിനെ പറഞ്ഞ് മനസ്സിലാക്കി ആ ചെറുക്കൻ്റെ കൂടെ പറഞ്ഞു വിടേണ്ടത്. ഇത് അതിനു പകരം കൂടെ നിൽക്കുന്നു. ബിന്ദുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നളിനി പറഞ്ഞു. അമ്മ ഒന്നും മിണ്ടാതിരിക്കൂ. ഭാര്യയ്ക്കൊപ്പം ജീവിക്കെ മറ്റൊരു പെണ്ണിനോട് ബന്ധം തുടങ്ങുന്നത് നല്ല സ്വഭാവമാണോ? ഏതെങ്കിലും പെണ്ണ് അത് പൊറുക്കുമോ? ചോദിച്ചുകൊണ്ട് നിത്യ ദേഷ്യത്തിൽ നളിനിയെ നോക്കി. ഇടയ്ക്കിടങ്ങി, നീ ഇങ്ങനെ തത്വം പറയാതെ ആ പെണ്ണ് കെട്ടും പൊട്ടിച്ച് ഇവിടെ നിന്നാൽ അതിൻ്റെ ദോഷം നിനക്കാണ്. നളിനി അവളെ പിരികേറ്റാൻ എന്ന പോലെ പറഞ്ഞു. എനിക്കെന്ത് ദോഷം? നിത്യ മുഖം വീർപ്പിച്ച് അവരെ നോക്കി. എൻ്റെ മോളെ, ഇവിടെ ഇപ്പോൾ ആകെ വരുമാനമുള്ളത് ആർക്കാണ്? നിന്റെ കെട്ടിയവനല്ലേ. കഴിഞ്ഞ 4-5 മാസമായിട്ട് ആ പെണ്ണിൻ്റെ ചിലവ് അവനല്ലേ നോക്കുന്നത്. പറഞ്ഞിട്ട് നളിനി അവളെ ചോദ്യഭാവത്തിൽ നോക്കി. അതിപ്പോൾ അങ്ങനെ പറയാനും മാത്രം എന്ത് ചിലവാണ് അവൾക്ക് ചെയ്തത്? നിത്യ തിരിച്ചു ചോദിച്ചു. ആശുപത്രി ചിലവില്ലേ? പോകാനും വരാനും ഓട്ടോ കാശ് ചിലവില്ലേ? 4 നേരം തിന്നാൻ കൊടുക്കാൻ ചിലവില്ലേ? അതൊക്കെ പോട്ടെ, ഇനി ആ പെണ്ണ് പെറുമ്പോഴോ? ഇപ്പോൾ നിനക്കറിയാലോ ഒരു പൊടിക്കുഞ്ഞിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന്. അപ്പോൾ അതൊക്കെ ഇരട്ടി ചിലവ് വരും. ദീപുവിൻ്റെ ഒരാളുടെ വരുമാനത്തിൽ വേണം ഇതൊക്കെ നടത്താൻ. ഇതുവരെ ഒന്നിനും അവൾ ദീപുവേട്ടനോട് പണമെന്ന് ചോദിച്ചിട്ടില്ല. പിന്നെ കഴിക്കാൻ കൊടുക്കുന്നത്, ഇന്ന് വരെ സ്പെഷ്യലായിട്ട് ഒരു മിഠായി പോലും ഞാനോ ദീപുവേട്ടനോ വാങ്ങിക്കൊടുത്തിട്ടുമില്ല. അവളായിട്ട് ചോദിച്ചിട്ടുമില്ല. പിന്നെ കഴിക്കുന്നത് അവൾക്ക് ഭയങ്കര ഛർദിയൊക്കെ അല്ലായിരുന്നോ? ഇപ്പോഴും കഞ്ഞിയും നാരങ്ങാച്ചാറുമാണ് ഇഷ്ടം. നിത്യം മെല്ലെ എന്നോണം പറഞ്ഞു. നിന്നെ കാണിച്ചിട്ടും നിന്നോട് പറഞ്ഞിട്ടുമായിരിക്കുമോ അവൻ അവർക്ക് പണം കൊടുക്കുന്നത്? അമ്മ ആവശ്യമില്ലാതെ ഓരോന്ന് പറയില്ലേ. ഇവിടെ ദീപുവേട്ടന് അല്ലി തിരികെ വന്നത് ഒന്നും ഇഷ്ടമായിട്ടില്ല. ഇന്നും കൂടി പറഞ്ഞാണ് വിട്ടത് തിരികെ പോവാൻ നോക്കാൻ. എന്നിട്ടല്ലേ പണം കൊടുക്കുന്നത്. നളിനി പറഞ്ഞത് ഇഷ്ടപ്പെടാതെ നിത്യ ദേഷ്യത്തിൽ പറഞ്ഞു. എൻ്റെ മോളെ, അമ്മ പറയുന്നത് നീയൊന്ന് കേൾക്കാൻ നോക്ക്. അവൻ്റെ ഒരു സഹായമില്ലാതെ ഇത്രയും നാളെ എങ്ങനെ അവർ ആശുപത്രിയിൽ പോയി? ഗവൺമെൻറ് ആശുപത്രിയിലായാലും സ്കാൻ ചെയ്യാനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും ഒക്കെ പൈസ വേണ്ടടി പൊട്ടി. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്ക്, ഇല്ലെങ്കിൽ നിന്റെ ജീവിതം കൈവിട്ടു പോകും. ഞാൻ എന്ത് ചെയ്യാനാണ് അമ്മ പറയുന്നത്? എൻ്റെ അമ്മയല്ലേ, എൻ്റെ ജീവിതം നന്നായി കാണാൻ ആഗ്രഹിച്ചല്ലേ ഇതൊക്കെ പറയുന്നത്. നളിനി പറയുന്നത് ശരിയെന്ന തോന്നലിൽ നിത്യ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ചോദിച്ചു. ഇനി ആ പെണ്ണിന് ഉടനൊരു ജോലിക്ക് പോകാൻ പറ്റില്ല. അവൾ ഇങ്ങോട്ട് വരുന്നെങ്കിൽ ഒന്നുകിൽ താമസിക്കാൻ വേറെ വീട് നോക്കാൻ പറയണം, ഇല്ലെങ്കിൽ ബിന്ദുവിനോട് ജോലിക്ക് പോകാൻ പറയണം. എന്നെ താമസം മാറ്റിക്കാനും ജോലിക്ക് വിടാനും നളിനി ആൻറ്റി കഷ്ടപ്പെടേണ്ട കേട്ടോ. പിന്നെ എൻ്റെ ചികിത്സ ചെലവിന് ഇന്നോളം ഞാൻ ആരിൽ നിന്നും ഒന്നും സ്വീകരിച്ചിട്ടില്ല. പിന്നെ ഏട്ടത്തി പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ 4.5 മാസം കഴിക്കാനും കുടിക്കാനും തന്നു, അത് മറക്കില്ല. അല്ലയുടെ ശബ്ദം കേട്ടതും ഞെട്ടലോടെ ഇരുന്നിടത്ത് നിന്ന് നിത്യയും നളിനിയും ചാടി എഴുന്നേറ്റു.
മോളെ അല്ലി വേണ്ട, മിണ്ടാതെ കയറിപ്പോകാൻ നോക്ക്. ബിന്ദു അവളെ പിടിച്ച് അകത്തേക്ക് നടക്കാൻ ശ്രമിച്ചു. അമ്മ എന്നെ വിട്ടേ, പറയേണ്ടത് പറയാതെ അല്ലി പോവില്ല. മുമ്പ് അങ്ങനെ പറയാത്തത് കൊണ്ട് മാത്രമാണ് അല്ലിയുടെ ജീവിതം ഇങ്ങനെ ആയതും. ആ, താമസം മാറുന്ന കാര്യം, ഇത് എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ വീടാണ്. ഇവിടെ എനിക്കും ഏട്ടനും അമ്മയ്ക്കും തുല്യ അവകാശമുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് മാറിപ്പോകണമെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ പോകും. അല്ലാതെ ആരും എന്നെ പറഞ്ഞു വിട്ട് കളയുമെന്നൊന്നും വ്യാമോഹിക്കേണ്ട. നളിനിയെ നോക്കി തർപ്പിച്ചു പറഞ്ഞുകൊണ്ട് അല്ലി തൻ്റെ മുറിയിൽ കയറി വാതിലടച്ചു. അല്ലേ, പെണ്ണിൻ്റെ വായ്ത്താരി നോക്കിക്കേ. ചുമ്മാതെയാണോ ആ ചെറുക്കൻ വേറെ പെണ്ണിനെ അന്വേഷിച്ചു പോയത്? അതിനൊരു സമാധാനം ഈ പെണ്ണ് കൊടുത്തിട്ടുണ്ടാവില്ല. അല്ല, ഇത്രയും നല്ല രീതിയിൽ ഒരു കല്യാണം നടത്തി വിട്ടിട്ടും വീണ്ടും അവകാശം പറയുന്നത് കണ്ടില്ലേ? എല്ലാം കൊണ്ടും കൊള്ളാം മോളെ നിന്റെ ജീവിതം. പറയേണ്ടതൊക്കെ പറഞ്ഞിട്ട് നിത്യ ഒന്ന് നോക്കി അയ്യോ പാവം വെച്ചിട്ട് അവർ പോകാനിറങ്ങി. നളിനി ഒന്ന് നിന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയേണ്ടതൊക്കെ പറഞ്ഞിട്ട് പോകാനിറങ്ങിയവരെ പിന്നിൽ നിന്ന് ബിന്ദു വിളിച്ചു. എന്താ ബിന്ദു, എന്തിനാ വിളിച്ചേ? എനിക്ക് ഉച്ചയ്ക്ക് ശേഷം അങ്കവാടി പോകണം. എൻ്റെ മോൾക്ക് ചിലവിന് കൊടുക്കുന്നതിൻ്റെയും ഇവിടെ താമസിക്കുന്നതിൻ്റെയും കണക്കെടുപ്പ് നടത്താൻ നീ കൂടെ കൂടെ ഇനി ഇങ്ങോട്ട് വരണ്ട. ഞാൻ ജീവിച്ചിരിക്കുവോളും എൻ്റെ മോള് എൻ്റെ കൂടെ കാണും. അവളുടെ കുഞ്ഞും ആരുടെ വീട്ടുപണി എടുത്തിട്ടായാലും ഞങ്ങൾ അതിനെ വളർത്തിക്കൊള്ളാം. അവരുടെ സംസാരം കേട്ട് നളിനി വാതുറന്ന് നിന്നുപോയി. അവളൊരു ഉപദേശി വന്നിരിക്കുന്നു പറഞ്ഞിട്ട് വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് നടക്കുമ്പോൾ ബിന്ദു സ്വയം എന്നോണം പറഞ്ഞു.